ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ധനം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥയുണ്ടാവണം. അതിന് പോഷകാഹാരം ഒരു പ്രധാന ഘടകമാണ്. പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം കുറഞ്ഞത് 300 ഗ്രാം പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഒരു പഠനം നിഷ്കർഷിക്കുന്നു. എന്നാൽ അതിൻ്റെ നേർപകുതി പച്ചക്കറി പോലും നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ന് മലയാളിക്ക് കഴിയുന്നില്ല. അതിനുള്ള കാരണം കേരളത്തിലെ 3.5 കോടിയോളം ജനങ്ങൾക്ക് ഒരു ദിവസം വേണ്ടുന്ന പച്ചക്കറിയുടെ 1/4 മാത്രമേ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നത് തന്നെ. ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 4 ഇരട്ടി പച്ചക്കറിയെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ എന്ന നമ്മുടെ സ്വപ്നം കാർഷിക വികസന ഫയലുകളിൽ ചിതലരിച്ചു തീരും. കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും പച്ചക്കറി കൃഷിക്ക് ഏറെ അനുയോജ്യമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നാം പച്ചക്കറിക്ക് വേണ്ടി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്? ആധുനിക വിദ്യാഭ്യാസം പുതിയ തലമുറയെ ദേഹത്ത് മണ്ണും ചെളിയും പുരളുന്ന കൃഷിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞതാണ് കേരളത്തിലെ പച്ചക്കറി ദൗർലഭ്യതയുടെ കാരണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് അവകാശമുണ്ടോ? വർദ്ധിച്ച കൃഷിച്ചെലവ്, കൃഷിയിൽ നിന്നുള്ള ആദായക്കുറവ്, കൃഷിജോലിക്ക് തൊഴിലാളികളെ കിട്ടാത്തത് ഒക്കെ കേരളത്തിലെ നല്ലൊരു ശതമാനം കർഷകരെയും താരതമ്യേന അധ്വാനം കുറഞ്ഞ കൂടുതൽ ആദായകരമായ ദീർഘകാല വാണിജ്യ വിളകളിലേക്ക് കളം മാറ്റി ചവിട്ടാൻ പ്രേരിപ്പിച്ചതും പച്ചക്കറി കൃഷി കേരളത്തിൽ കുറയാൻ കാരണമായെന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നാം ശ്രമിക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ കൃഷിഭൂമി വൻതോതിൽ കാർഷികേതര ആവശ്യങ്ങൾക്കായി മാറ്റപ്പെടുന്നതാണ് മറ്റൊരു കാരണമായി നാം പറയുന്നത്. യാഥാർത്ഥ്യം എന്തുമാവട്ടെ, ഭാരതത്തിലെ 40% കർഷകരും കാർഷിക രംഗം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കാത്തിരിക്കുകയാണെന്ന് നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ചർച്ചകളും സെമിനാറുകളും ഒരു വശത്ത് നടക്കുമ്പോൾ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്ത് ഭക്ഷ്യസുരക്ഷയെന്ന മലയാളിയുടെ വലിയ സ്വപ്നത്തിലേക്ക് ഒരു പാലം തീർക്കാൻ തങ്ങളുടേതായ പങ്കുവഹിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മ തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാർ മരുന്നിനൊപ്പം വിറ്റാമിൻ ഗുളികകളോ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്ന പോഷകാഹാരങ്ങളോ കുറിച്ച് നൽകുന്നില്ല. പകരം ഇതേ ആശുപത്രി വളപ്പിൽ തന്നെ വിളയുന്ന വിഷം പുരളാത്ത ശുദ്ധമായ പച്ചക്കറികൾ ഭക്ഷിക്കാനാണ് മരുന്നിനൊപ്പം പോഷകങ്ങൾക്കായി ഇവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല, രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും രോഗം വരാതിരിക്കണമെങ്കിൽ അതിന് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, നല്ല ആഹാരം, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പോഷകാഹാരം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അരി ആഹാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ആശുപത്രി എന്നുള്ള നിലയിൽ സാധാരണ നമുക്ക് ആശുപത്രിയുടെ ചുറ്റുപാടും കാണുന്നത് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ആശുപത്രിയിൽ വരുന്നവർക്കെല്ലാം തന്നെ പ്രോത്സാഹനം ഈ പച്ചക്കറിയും ഇലക്കറികളെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ആശുപത്രിയുടെ ചുറ്റുപാടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഒരു നല്ലൊരു പച്ചക്കറി തോട്ടം തന്നെ ഉള്ളത്. ശുദ്ധമായ ജൈവ വളങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ശുദ്ധമായ ഒരു കേടും ഇല്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടണമെങ്കിൽ ശരിക്കും ഇതേപോലെയുള്ള പച്ചക്കറി തോട്ടങ്ങൾ നമുക്ക് എല്ലായിടത്തും വരിക തന്നെ വേണം. അത് വന്നെങ്കിൽ മാത്രമേ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആരോഗ്യം എന്നാൽ രോഗമുള്ള അവസ്ഥയല്ല, രോഗം നമുക്ക് വരാതിരിക്കാനായിട്ടുള്ള
മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മുൻകരുതൽ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോഷകാഹാരം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് വിറ്റാമിൻ്റെ കുറവ്, നമുക്ക് വിളർച്ച, ഇതെല്ലാം തന്നെ നമുക്ക് ഒഴിവാകണമെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ മനസ്സിൽ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം വീട്ടമ്മമാരും കർഷകരും ചേർന്ന് രൂപീകരിച്ചതാണ് കുറ്റിച്ചൽ കർഷക സംഘം. സംഘത്തിലാകെയുള്ള 22 അംഗങ്ങളിൽ 18 പേരും വീട്ടമ്മമാരാണ്. സ്വന്തം വീട്ടുവളപ്പിലും ടെറസിലും കൃഷിയുള്ളവരാണ് സംഘത്തിലെ മിക്കവരും. എങ്കിലും ഇനിയും കൂടുതൽ കൃഷി ചെയ്യണമെന്ന ആഗ്രഹവുമായി നടന്ന കർഷക സംഘത്തിൻ്റെ മുമ്പിലേക്ക് അപ്രതീക്ഷിതമായാണ് ഒരു ദിവസം കുറ്റിച്ചൽ പഞ്ചായത്തിലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര പരിസരത്ത് കൃഷി ചെയ്തോളാനുള്ള നിർദ്ദേശം കൃഷിവകുപ്പിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു നവംബർ മാസത്തെ കാർഷിക വികസന സമിതിയുടെ മീറ്റിങ്ങിലാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷ എന്നൊരു പദ്ധതി പ്രകാരം തരിശായിട്ട് കിടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ ഉള്ള സർക്കാരിൻ്റെ സ്ഥലങ്ങളോ സ്വകാര്യ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി കൃഷി ഓഫീസറെ അറിയിച്ചു കഴിഞ്ഞാൽ കൃഷി ഓഫീസർ അത് നമുക്ക് എടുത്ത് തരുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൃഷി ചെലവും നമുക്ക് കിട്ടുന്നതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും സ്ഥലം, നല്ല സ്ഥലം വെറുതെ കിടക്കുന്നു, അപ്പോൾ അത് എടുത്ത് കൃഷി ചെയ്യാൻ ഏതായാലും എന്നുള്ള ഇതിൽ കൃഷി ഓഫീസറെ സമീപിക്കുകയും അദ്ദേഹം പഞ്ചായത്തിൽ പോയി ആദ്യം ഡോക്ടറെ ഇവിടുന്ന് PHCയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോയി അവരുടെ എല്ലാ പിന്തുണയും നമുക്ക് കിട്ടുകയും അവിടുന്ന് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്തിൽ നിന്ന് അവർ സൗജന്യമായിട്ട് തന്നെ നമുക്കിത് കൃഷി ചെയ്യുന്നതിനുള്ള പേപ്പർ എഴുതി തരും. അതോടൊപ്പം അവരുടെ എല്ലാവിധ ഒരു സഹകരണങ്ങളും എല്ലാ തവണയും ഓരോ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും അവർ വരികയും നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനമൊക്കെ തരികയും ചെയ്തു. അതേപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമുള്ളത്, നമുക്ക് ഈ ആദ്യം കൃഷി തുടങ്ങുന്ന കാലം തൊട്ടേ മുമ്പ് എനിക്ക് ഒരു 10-30 വർഷം മുമ്പേ എൻ്റെ വീട്ടിൽ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ഓഫീസൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കൃഷി ഓഫീസിനെ കുറിച്ചുള്ള ഒരു ധാരണയെന്ന് പറയുമ്പം ഫയലിൽ ഓരോ പദ്ധതികൾ വരും, അത് ഫയലിൽ കുറേ നമ്പർ ഓഫ് പേഴ്സൺസ്, നമ്പർ ഓഫ് വ്യക്തികളെ പേരിൽ അങ്ങനെയൊക്കെ ഒരു, അതായത് അധികം ഫയലിൽ കൂടെ ആയിരുന്നു കൃഷി നടന്നിരുന്നത്. എന്നാൽ ഇന്ന് വ്യക്തമായ, എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 100% വ്യക്തമായ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൃഷി ഓഫീസർ ശ്രീ പ്രമോദ് കുമാർ സാറ്, ബിജു സാറ്, കൃഷി അസിസ്റ്റന്റുമാരായ ബിജു സാറ്, അനിൽ സാറ്, പിന്നെ സുനിൽ സാറ്, സുമേഷ് കൃഷ്ണൻ സാറ്, ഇവരെല്ലാവരും ഒരു സമയം നോക്കാതെ മറ്റൊരു കാര്യം നോക്കാതെ ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഫയലിൽ നിന്നും ഫീൽഡിലേക്ക് ഇറങ്ങി, ഫയലിൽ നിന്നും പാടത്തേക്ക് ഇറങ്ങി, ഫയലിൽ നിന്നും വയലിലേക്ക് ഇറങ്ങി, ഫീൽഡിലേക്ക് ഇറങ്ങി, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം അത്രയ്ക്കുള്ള സഹകരണവും വേണ്ടുന്ന പ്രോത്സാഹനം ഒരു ഉദ്യോഗസ്ഥനേക്കാൾ, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പുറമെ ഒരു വലിയ എന്താണ് പറയേണ്ടത്, അതിന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും വന്ന് നോക്കും. അവരിന്ന് ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഒരു ദിവസം നമ്മളെ ഈ പ്ലോട്ടിൽ വന്ന് നോക്കി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശം തരാത്ത ഒരു ദിവസവും ഇല്ലായിരുന്നു. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, കൃഷി ഇതേപോലെ കിടക്കുന്ന തരിശ് നിലങ്ങൾ നമുക്കെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. സുരക്ഷിതമായിട്ടുള്ള പച്ചക്കറികൾ, അതായത് ഭക്ഷണത്തിന് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ ഇവിടെ വരുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന്, ആറാലുമൂടിയിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ, ആ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാം വിഷം ചേർന്ന പച്ചക്കറികളാണ് വരുന്നത്. എന്നാൽ നമുക്കിത് ഈ പ്രദേശത്തുള്ളവർക്ക്, ഈ ആശുപത്രിയുടെ പരിസരത്തുള്ളവർക്ക് നമുക്കിതിന് വിപണിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മളെ പച്ചക്കറികൾ ഒരു ദിവസം പോലും നമുക്ക് കൂട്ടിയിട്ട് വയ്ക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായിട്ടും നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. കൃഷിവകുപ്പ് മുഖേന 2012-13 വർഷത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പച്ചക്കറി കൃഷി വികസന പദ്ധതി. ഇതിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ മുഖേന വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നതിന് പച്ചക്കറി വിത്ത് കൊടുത്തു. തിരഞ്ഞെടുത്ത സ്കൂൾ വിദ്യാലയങ്ങളിൽ പച്ചക്കറി തോട്ടം സ്ഥാപിച്ചു. കർഷകരെ 5 ഹെക്ടറും ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട്, ക്ലസ്റ്ററുകളാക്കി തിരിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള ധനസഹായം കൊടുത്തു. പരിശീലന പരിപാടികളിലൂടെ വേണ്ട സാങ്കേതിക സഹായം കൊടുത്തു.
തരിശു നിലങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക് 30,000 രൂപ ഒരു ഹെക്ടറിന് വെച്ച് ധനസഹായം കൊടുത്തു. ഇങ്ങനെ പല പദ്ധതികളും ഈ പച്ചക്കറി വികസന പദ്ധതിയിലൂടെ 2012-13 വർഷത്തിൽ ആരംഭിച്ചു. പക്ഷേ ഇതിലെ ഏറ്റവും നൂതനവും വളരെ ആകർഷകമായ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലും അതുപോലെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലും അതിൻ്റെ പരിസരത്ത് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർഷകരോ സർക്കാർ ഇതര സംഘടനകളോ അതായത് NGOമാരോ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന സംഘടനകൾക്ക് ആ കൃഷി ചെലവിൻ്റെ വിത്ത് മുതൽ വിപണി വിളവെടുപ്പ് വരെയുള്ള കൃഷി ചെലവിൻ്റെ കംപ്ലീറ്റ് ധനസഹായം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ പച്ചക്കറി കൃഷി. ഇത് കഴിഞ്ഞ വർഷം മുതൽ പുതുതായിട്ട് തുടങ്ങിയതാണ്. അത് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത മാസത്തെ കാർഷിക വികസന സമിതിയിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ചുറ്റും 1.5 ഏക്കറോളം സ്ഥലം വളരെ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് കിടക്കുന്നത്. അതായത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ സ്ഥലത്ത് കൃഷി ചെയ്തതായിട്ട് യാതൊരു ഓർമ്മയുമില്ല. അങ്ങനെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാർഷിക വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ എൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ അതിൽ അംഗങ്ങളാണ്. അതുപോലെ നമ്മുടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ കർഷക സംഘടനകളുടെയും കർഷക പ്രതിനിധികളും ഒക്കെ ഇതിൽ അംഗങ്ങളാണ്. ഇവരോട് ഇതെല്ലാം അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും വളരെ ഒരു കൗതുകം തോന്നിയ ഒരു പദ്ധതി. അതൊന്ന് നമുക്കൊരു പുതിയ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു മാതൃകയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത അവരതിൽ മുന്നിൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇതിനെ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം വേണം. പിന്നെ അതിൻ്റെ അധികാരികളുടെ സമ്മതം വേണം. നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും നന്നായി ഇത് സംഘടിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കർഷക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ വേണം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പോൾ സ്ഥലങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. അതിനെ ഒരു ഫസ്റ്റ് ഇയർ എന്നുള്ള നിലയിൽ 1-ാം വർഷം എന്നുള്ള നിലയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് ചുറ്റുമുള്ള സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെയാണ് അത് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ നല്ലൊരു ഗ്രൂപ്പിനെ കണ്ടെത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ നമ്മുടെ കാർഷിക വികസന സമിതിയിലെ അംഗം കൂടിയായ ദിലീപ് സധൈര്യം ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ വെള്ളനാട് മിത്രാനികേതനുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു കർഷക സംഘം ഇവിടെ രൂപീകരിക്കാമെന്നും അവരുടെ നേതൃത്വത്തിൽ അവരുടെ പ്രയത്നത്താൽ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഒരു 20 പേരടങ്ങുന്ന ഒരു കർഷക ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘത്തിന് ഇത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ആദ്യം ചെറിയ ആശങ്കകളുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമില്ല. എങ്കിൽ പോലും അവരുടെ പിന്നീടുള്ള പ്രവൃത്തി കണ്ടപ്പോൾ ഈ ആശങ്കകളെല്ലാം ഞങ്ങൾക്ക് ദൂരീകരിക്കേണ്ടി വന്നു. നമ്മുടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മാതൃകാപരമായിട്ട് ഈ സംഘം പ്രവർത്തിച്ചു എന്ന് വേണം പറയാം. ഞങ്ങൾ ഈ കാർഷിക വികസന സമിതിയിൽ ഇത് ആലോചിച്ചു. ഇതിങ്ങനെ ഒരു തീരുമാനം വന്നു. കർഷക സംഘം അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ സ്ഥാപനവും ഈ സ്ഥലവും ഗ്രാമപഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ സ്ഥലം ഈ കർഷക സംഘത്തിന് കൃഷി ചെയ്യുന്നതിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കർഷക സംഘത്തിൽ നിന്നും ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. കൃഷിഭവൻ്റെ ശുപാർശയോടുകൂടി കൊടുത്തു. കാർഷിക പഞ്ചായത്ത് കമ്മിറ്റി അടുത്ത മീറ്റിങ്ങിൽ തന്നെ അത് സൗജന്യമായിട്ട് ഈ കർഷക സംഘത്തിന് ഈ കൃഷി ചെയ്യുന്നതിന് വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനമെടുത്തു. ആ പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ ഒരു കാർഷിക മേഖലയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെ ശ്ലാഘനീയമാണ്. അവരുടെ സമ്മതത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ 27-ാം തീയതി ഞങ്ങളിവിടെ വിത്തിട്ട് തൈ നട്ട് ഞങ്ങളിതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. തൈ നടയിൽ ചടങ്ങ് തന്നെ വലിയൊരു ചടങ്ങായിട്ടാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ കാർഷിക വികസന സമിതിയിലെ അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ വെള്ളനാട് മിത്രാനികേതൻ്റെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടി വന്ന് ഒരു നല്ലൊരു ചടങ്ങിലാണ് ഞങ്ങളിതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അതുപോലെ തന്നെ ഈ കർഷക സംഘത്തിലെ ഓരോ അംഗവും അവരുടെ സ്വന്തം കൃഷി എന്നുള്ള രീതിയിൽ അവരത് മുൻകൈ എടുത്തുകൊണ്ട് ആ കൃഷി ചെയ്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പദ്ധതി വളരെ വിജയകരമായി എത്തിക്കാൻ കഴിയുന്നത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഭവമാണ്. കാരണം സർക്കാർ വകുപ്പ് 2012-13 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളെ തരിശു ഭൂമികളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം അനുവദിക്കുകയും അപ്പോൾ അത് ആ ഉത്തരവ് നമ്മൾ കാർഷിക വികസന സമിതിയിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു കുറ്റിച്ചൽ കർഷക സംഘം ഒരു 15-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അതിന് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സ്ഥലം തന്നെ സൗജന്യമായി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്.
സർക്കാർ പിന്നെ തരിശ് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിവരം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ ഗ്രാമപഞ്ചായത്തിൽ വന്ന് സംസാരിക്കുകയും അത് കർഷക സംഘവുമായി കൂടി ആലോചിച്ചുകൊണ്ട് കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിലെ പിന്നെ വേസ്റ്റായിട്ട് കിടക്കുന്ന മുഴുവൻ തരിശ് ഭൂമികളും കൃഷി ചെയ്യണം, അതിന് സർക്കാരിന് ധനസഹായം ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറ്റിച്ച ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തന്നെ പച്ചക്കറികൾ, കീടനാശിനി ഇല്ലാത്ത പച്ചക്കറികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേടുന്ന ഗ്രാമപഞ്ചായത്ത് നിലയിൽ വളരെയധികം തന്നെ പഞ്ചായത്ത് വളരെ സ്വാഗതാർഹമായിട്ടാണ് ആ ഒരു കാര്യത്തെ കേട്ടത്. അതുകൊണ്ട് തന്നെ കുറ്റിച്ച കർഷക സംഘത്തിൻ്റെ കീഴിൽ 20 അംഗങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കൃഷിക്ക് മുന്നോട്ട് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് PHSയിലുള്ള 1.5 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ വളരെ ഫലപ്രദമായി തന്നെ കേരളത്തിൽ മാതൃകയായിട്ട് സംസ്ഥാന ലെവലിൽ തന്നെ 3ാം സ്ഥാനം എത്തുവാനും ജില്ലയിൽ 1ാം സ്ഥാനം എത്താനും കഴിഞ്ഞു. വളരെയധികം തന്നെ കുടിവെള്ളത്തിന് വളരെയധികം ക്ഷാമം നേടുന്ന ഒരു സമയത്തായിരുന്നു കൃഷി ആരംഭിച്ചത്. ശക്തമായ വേനലിൽ പോലും കർഷക സംഘത്തിൻ്റെ കൂട്ടായ്മ പിന്നെ വളരെ നല്ല 100 മേനി വിളവെടുക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ കൃഷിജോലികൾ സംഘാംഗങ്ങൾ സ്വയം മനസ്സാലെ പങ്കിട്ടെടുക്കുന്നു. തുടക്കത്തിൽ കൃഷിച്ചെലവിനായി സംഘാംഗങ്ങൾ തന്നെ ആളൊന്നിന് 1000 രൂപ വെച്ച് മുതൽ മുടക്കി. അതിനിടയിൽ കൃഷിച്ചെലവിനായി സർക്കാരിൽ നിന്ന് 83,000 രൂപ ലഭിച്ചത് ഈ കർഷകർക്ക് വലിയൊരാശ്വാസമായി. കഴിഞ്ഞ വേനലിലുണ്ടായ കൊടും വരൾച്ചയിൽ നിന്ന് ഇക്കാണുന്ന കൃഷിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് സർക്കാർ നൽകിയ 20,000 രൂപ കൊണ്ട് പമ്പ് സെറ്റ് വാങ്ങിയതുകൊണ്ടായിരുന്നു. ചാണകവും കോഴിക്കാഷ്ടവും ഉപയോഗിച്ച് ജൈവ രീതിയിലുള്ള കൃഷി തന്നെ ചെയ്യണമെന്ന് കുറ്റിച്ചൽ കർഷക സംഘത്തിന് നിർബന്ധമുണ്ട്. 2011-2012 കാർഷിക വികസന സമിതിയിൽ ഞങ്ങളുടെ സംഘത്തിലെ അംഗമായിരുന്ന ശ്രീമാൻ ദിലീപ് അദ്ദേഹം ഇങ്ങനെ സർക്കാർ ഭൂമിയിൽ കൃഷിയെപ്പറ്റി പറയുകയും ഞങ്ങളെ കൃഷി ഓഫീസർ ശ്രീമാൻ പ്രമോദ് സാർ അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി 21 അംഗങ്ങളടങ്ങിയ ഒരു ഗ്രൂപ്പ്, ഭൂരിപക്ഷവും സ്ത്രീകളാണ്, അതിൽ പിന്നെ ബാക്കി പുരുഷന്മാരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ജില്ലാ രജിസ്ട്രേഷൻ ചെയ്ത് കുറ്റിച്ച കർഷക സംഘം എന്ന പേരിലൊരു സംഘം തുടങ്ങുകയും സർക്കാരിൻ്റെ 100% ഗ്രാൻറ്റോടുകൂടി കൃഷി ചെയ്യുകയും കഴിഞ്ഞ വിളവെടുപ്പിൽ 1,20,000 രൂപ വിറ്റുവരവ് ഉണ്ടാകുകയും ചെയ്തു. ഈ സർക്കാർ ഭൂമിയിൽ വന്ന് പണി ചെയ്യുന്നതിൽ നമ്മൾ 1 മണിക്കൂറിന് 40 രൂപ വെച്ച് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ആദായം പച്ചക്കറി ലഭിക്കുകയും ഉണ്ടായി. വീട്ടമ്മമാരോട് ചേർന്ന് മിത്രനികേതൻ്റെ ഒരു പദ്ധതി പ്രകാരം ഒരു മാസം തോറും ഇവിടെ വന്ന് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരും. അങ്ങനെ വീട്ടിലെ ടെറസ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടുത്തെ തരിശ് ഭൂമി ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് എല്ലാവരും കൈ പൊക്കി. അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ എന്നാലും ഏറ്റവും ഞാൻ അടുത്തായതുകൊണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ്, എൻ്റെ മകൾ ഒക്കെ ഉണ്ടായിരുന്നു. അവരും എല്ലാവരും കാലത്തും വൈകുന്നേരം ഇവിടെ ഒന്ന് വെള്ളം ഒഴുക്കി ഞങ്ങളെ കൊണ്ടാവത്തക്കതെല്ലാം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടി, സംസ്ഥാനത്ത് 3ാം സ്ഥാനം കിട്ടി. ഇപ്പം നല്ല സംതൃപ്തി മനസ്സിന് തോന്നുന്നുണ്ട്. കുറ്റിച്ചൽ കർഷക സംഘം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഉപഭോക്താവിന് നൽകുന്നു. അതുകൊണ്ട് ഉൽപ്പാദകനും ഉപഭോക്താവിനും ഒരുപോലെ നേട്ടമുണ്ടാവുന്നു. ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ധനസഹായം നൽകുന്നത് മിക്ക കർഷകർക്കും അറിയില്ല. കൃഷിക്കാരുടെ സംഘങ്ങൾക്ക് നിബന്ധനകളോടെയുള്ള ധനസഹായവും ഭൂമിയും അതത് സ്ഥാപനങ്ങളുടെ മേധാവികൾ മുഖേന കർഷകർക്ക് കൃഷിക്കായി ലഭിക്കും. ഓരോ പഞ്ചായത്തിലെയും കൃഷിഭവനിലാണ് ഇത് സംബന്ധിച്ച പ്രോജക്റ്റുകൾ കർഷകർ സമർപ്പിക്കേണ്ടത്. പ്രസ്തുത പ്രോജക്റ്റിൻ്റെ ചെലവ് പൂർണ്ണമായി കർഷകന് ലഭിക്കും. സർക്കാർ വക ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികൾ കർഷകൻ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് മാത്രം. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ ജില്ലയിലോ തീർച്ചയായും അങ്ങനെ ഒരു സ്ഥലമുണ്ടാവും. നിലവിൽ ആ സർക്കാർ സ്ഥാപനത്തിന് ഉപയോഗമില്ലാത്തതും ഉടൻ ഉപയോഗിക്കാൻ നിർദ്ദേശമില്ലാത്തതുമായ ഭൂമിയാണ് കർഷകൻ കൃഷിക്കായി കണ്ടെത്തേണ്ടത്. സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, കോളേജുകൾ, പോലീസ്, അർദ്ധസൈനിക ക്യാമ്പുകൾ, സർവകലാശാല വളപ്പുകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളും
വാടകയ്ക്ക് കൃഷി ചെയ്യാൻ ലഭിക്കുന്നതാണ്. ഇങ്ങനെ കർഷകൻ കണ്ടെത്തുന്ന സർക്കാർ ഭൂമി ഏത് സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭൂമിയാണോ ആ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് കർഷകൻ അപേക്ഷ നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിനും നൽകിയിട്ടില്ലാത്ത ഭൂമിയാണെങ്കിൽ ബന്ധപ്പെട്ട തഹസീൽദാർക്കാണ് കർഷകൻ അപേക്ഷ നൽകേണ്ടത്. ഭക്ഷ്യസുരക്ഷ എന്ന മലയാളിയുടെ വലിയ സ്വപ്നത്തിലേക്കെത്താൻ കൃഷിയല്ലാതെ മറ്റ് എളുപ്പവഴികളൊന്നുമില്ല. കുറ്റിച്ചൽ കർഷക സംഘത്തിലെ കർഷകരെ പോലെ ഭൂമി കണ്ടെത്തി നമുക്ക് കൃഷി ചെയ്തു തുടങ്ങാം. ഉപയോഗശൂന്യമായി ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന സർക്കാർ ഭൂമികൾ ഇങ്ങനെ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു സമൂഹം മുഴുവനും അതിൻ്റെ ഗുണമനുഭവിക്കുകയാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൃഷി വിജ്ഞാൻ മേള സംഘടിപ്പിക്കുന്നു. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത കർഷകർ കൃഷിഭവനിൽ അറിയിക്കണം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2014 ഫെബ്രുവരി 5 മുതൽ 7 വരെ പുസ കൃഷി വിജ്ഞാൻ മേള സംഘടിപ്പിക്കുന്നു. കാലാവസ്ഥാ മാറ്റത്തെ മറികടക്കാനുതകുന്ന സാങ്കേതിക വിദ്യകൾ എന്നതാണ് ഈ വർഷത്തെ മേളയുടെ വിഷയം. എക്സിബിഷൻ, സെമിനാർ, കൃഷിയിട സന്ദർശനം എന്നിവയും മേളയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കർഷകർക്ക് സൗജന്യ താമസം ലഭിക്കും. മേളയിൽ സ്റ്റാളിടുന്ന സ്ഥാപനങ്ങളുടെ 2 പ്രതിനിധികൾക്ക് വീതം ഫീസ് ഈടാക്കി പുസ ക്യാമ്പസിൽ താമസം ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 011-2584-2337. മറ്റൊരു നമ്പർ 011-2584-2905. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഉത്തർപ്രദേശ് ഇസത്ത് നഗറിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഏവിയേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെച്ചപ്പെട്ട കോഴിയിനങ്ങളെ കർഷകർക്ക് ലഭ്യമാക്കുന്നു. മുട്ടക്കോഴിയായ CARI പ്രിയ, സൊനാലി, മുട്ടയ്ക്കും ഇറച്ചിക്കും പറ്റിയ ദേബേന്ദ്ര, ബ്രോയിലർ കോഴിയായ വിശാൽ, ധനരാജ, ചൂടേറിയ പ്രദേശങ്ങൾക്ക് യോജിച്ച മൃത്യുഞ്ജയ്, ട്രോപ്പിക്കാന, നിർദിക്, ശ്യാമ എന്നിവയ്ക്ക് പുറമെ ഉപകാരി, ഹിത്കാരി എന്നീ നാടൻ കോഴിയിനങ്ങളും കാദംബരി, ചിദംബരി, ശ്വേതാംബരി എന്നീ ഗിനിക്കോഴി ഇനങ്ങളും ഉത്തം, പേൾ, ഉജ്വൽ, ശ്വേത, ബ്രൗൺ, സുനേരി എന്നീ കാടക്കോഴി ഇനങ്ങളും വിരാട് എന്ന ടർക്കി കോഴിയും മോട്ടി, ഗാക്കി ക്യാമ്പൽ, വൈറ്റ് പെക്കിൾ എന്നീ താറാവിനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0581-2303-223. ഇമെയിൽ samir_CARI_TURK@yahoo.co.in. ഇമെയിൽ ഒന്നുകൂടി samir_CARI_TURK@yahoo.co.in. വിവിധ കാർഷിക പദ്ധതികളിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകിയ തുക ലഭിക്കാത്ത കർഷകർ ഈ മാസം 15 മുൻപ് വിവരം അതാത് കൃഷിഭവനുകളിൽ അറിയിക്കണമെന്ന് കൃഷിവകുപ്പ്. വിവിധ കാരണങ്ങളാൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തി അക്കൗണ്ടുകൾ സജീവമാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുമെന്നും വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലാ മൃഗാശുപത്രി കോമ്പൗണ്ടിലെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 9 മുതൽ 11 വരെ മുട്ടക്കോഴി വളർത്തലിലും 17-നും 18-നും ഓമന പക്ഷികളുടെ പരിപാലനത്തിലും 20-നും 21-നും എരുമ വളർത്തലിലും 23-ന് കാടക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497-276-3473. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കിഴങ്ങുവിള വികസന പദ്ധതിയുടെ ഭാഗമായി 90 കർഷകർക്ക് വിവിധ കിഴങ്ങുവിളകളുടെ നടീൽ വസ്തുക്കൾ 50% സബ്സിഡിയോടെ നൽകുന്നു. ചേനയും ചേമ്പുമാണ് പ്രധാന വിളകൾ. ഒപ്പം ജൈവവളവും നൽകും. 15 കിലോയുടെ വിത്ത് കിറ്റുകളും 20 കിലോയുടെ ജൈവവള കിറ്റുകളും ലഭിക്കുന്നതിന് കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണം.
കല്ലുപാറയിൽ വാഴ, തെങ്ങ്, മറ്റ് ഇടവിള കൃഷികൾ എന്നിവയ്ക്ക് പ്രയോഗിക്കാൻ ആവശ്യമുള്ള രാസവളത്തിനും ജൈവവളത്തിനും പ്രത്യേകം സബ്സിഡി നൽകുന്നു. 310ഓളം കർഷകർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. രാസവളവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും 50% മുതൽ 75% വരെ സബ്സിഡിയോടുകൂടി ലഭിക്കും. 7 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്ന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റു വിവരങ്ങൾക്കും കല്ലുപാറ കൃഷിഭവനുമായി ബന്ധപ്പെടണം. നെല്ലിൽ ബാക്ടീരിയ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കണ്ടുവരികയാണ്. നെല്ലോലകളിൽ ഉൾഭാഗത്തായി കയറിയും ഇറങ്ങിയും കാണപ്പെടുന്ന കരിച്ചിലാണ് രോഗലക്ഷണം. നെല്ലോലകൾ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മുറിച്ചു മാറ്റിയ ശേഷം മുറിവ് കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളത്തിൽ ആഴ്ത്തിവെച്ചാൽ പാല് പോലുള്ള ദ്രാവകം ഊറി വരുന്നത് കാണാം. രോഗവ്യാപനം തടയാൻ ബ്ലീച്ചിംഗ് പൗഡർ തുണിയുറകളിൽ കിഴികെട്ടി വയലിൽ പല ഭാഗത്തായി നിക്ഷേപിക്കണമെന്ന് തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ശുപാർശ ചെയ്യുന്നു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,300 രൂപ, റബ്ബർ RSS 5 14,300 രൂപ, വെളിച്ചെണ്ണ 11,550 രൂപ, കൊപ്ര 8,200 രൂപ, കുരുമുളക് 50,600 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 575 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,600 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 48,600 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 47,500 രൂപ, വയനാടൻ കുരുമുളക് 48,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിൻ്റലിന് 8,150 രൂപ, തളിപ്പറമ്പ് 7,000 രൂപ, കാസർഗോഡ് 7,200 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 11,800 രൂപ, കോട്ടയം 11,500 രൂപ, ആലപ്പുഴ 11,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.5, 23.5, കൊച്ചി 29.6, 21.4, ആലപ്പുഴ 29.2, 23.4, പുനലൂർ 30, 21, തിരുവനന്തപുരം 31.6, 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.